നമ്മൾ ഈ കാണുന്ന ഈ ചെടിയുടെ പ്രത്യേകതകളും ഈ വർഷം നമ്മൾ ഇതിന് ഒരു പേരൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഇതിൻ്റെ പേരെന്നാണെന്നും ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നും ഒന്ന് പറഞ്ഞാൽ. ഇത് റോയൽ ഇലാച്ചി 2 ആണ്. ഇതിൻ്റെ 1 വേറെ ഉണ്ട്. ഇത് 2 ഇനത്തിൽപ്പെട്ടതാണ്. ഇതിൻ്റെ കായ നല്ല ബോൾഡ് കായാണ്, നല്ല ഗ്രീനാണ്. ഇത് 3-ാം വർഷം ചെടിയാണ്. ഇതിനകത്ത് അത്യാവശ്യം പുതിയ ചിമ്പുകൾ നിറച്ചുണ്ട്. ഈ വർഷം എല്ലായിടത്തും കായ് പിടുത്തം മൊത്തത്തിൽ കുറവുള്ള വർഷമാണ്. പക്ഷേ എങ്കിലും നമ്മളുടെ ഈ വർഷം പുതിയതായിട്ട് ഇറങ്ങുന്ന റോയൽ ഇനം 2ഉം, റോയൽ നമ്പർ 1ഉം റോയൽ 2ഉം, റോയൽ ഇലാച്ചി നിറച്ച് കായ പിടിക്കുന്നതാണ്. വലിയ കൊത്തുകേടില്ലാണ്ട് കായ പിടിക്കുന്നതാണ്. ഇതിപ്പോൾ ഒരു റൗണ്ട് കായ എടുത്തിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല. ഇതാണ് അതിൻ്റെ പ്രത്യേകത. കായ്ക്കാണെങ്കിൽ നല്ല വലിപ്പമുണ്ട്, തൂക്കവും കളറും ഒക്കെ ഉള്ള വെറൈറ്റി. ഒരു 10-50% ഒരു ഐറ്റം കിട്ടിയാൽ കിട്ടും. 50% അല്ല, ഇതൊരു 80% ഐറ്റം കിട്ടുന്നതിനോ. അതെ അല്ലേ? അതെ. ഇത് നമ്മൾ ഇതിന്റെ തൂക്കവാശി എങ്ങനെയാ? തൂക്കം ഇതിപ്പോൾ 4.25 കിലോ 5 കിലോയ്ക്ക് ഇപ്പോൾ നമുക്ക് കിട്ടും. ഇപ്പോൾ ഇത്രയും മഴയും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് നിറച്ച അരികളുണ്ട്. 4 കിലോ 4.5 കിലോ. നല്ല വേനലാണെന്നുണ്ടെങ്കിൽ 4 കിലോയ്ക്ക് കിട്ടും, അല്ലെങ്കിൽ 4.5, 4.25, 5. അതാണ് അതിൻ്റെ ഒരു കണക്ക്. ഇത് നമ്മൾ എന്ത് വിലയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇത് ഒരു തൈക്ക് നമ്മൾ റോയൽ 1ഉം റോയൽ 2ഉം 200 രൂപ വിലയ്ക്കാണ് കൊടുക്കുന്നത്. 200 രൂപ. അപ്പോൾ ഇതിന് വേണ്ടിയുള്ള തൈകൾ ഉണ്ടല്ലോ? അതിന് വേണ്ടിയുള്ള ഇപ്പോൾ ഈ പുതിയതായിട്ടുള്ളതിൻ്റെ തൈകൾ കുറേ ഉണ്ട്. കുറേ വിൽപ്പനയായി പോയിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി ഉണ്ട്. പാനിക്കുളങ്ങര കുടുംബത്തിലെ ഏറ്റവും പുതിയ ഏലച്ചിയുടെ വെറൈറ്റിയാണ് റോയൽ ഏലാച്ചി നമ്പർ 2. ഏറ്റവും പുതിയതായിട്ട് ഇവർ വികസിപ്പിച്ചെടുത്ത് പുതിയതായിട്ട് ഏലത്തിൻ്റെ തൈകൾ ഈ വർഷം മുതൽ കൊടുത്തു തുടങ്ങുന്ന ഏറ്റവും പുതിയ ഇനമാണിത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇതിലൂടെ കർഷകർക്ക് ഏത് രീതിയിലാണ് ഏലകൃഷിയിൽ മികച്ച ലാഭം കൊയ്യാനായിട്ട് സാധിക്കുന്നത് എന്നുള്ള വ്യത്യസ്തമായ ആശയമാണ് അടുത്തതായിട്ട് നമ്മൾ എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ പാനിക്കുളങ്ങര കുടുംബത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഇപ്പോൾ എത്രയായി മൊത്തത്തിൽ നമ്മുടെ ഏല തൈകൾ? നമ്മളുടെ ഇപ്പോൾ 5 വെറൈറ്റി ആണ്. ഇത് കൊടുക്കുമ്പോൾ 5 വെറൈറ്റി നമ്മൾ പുറത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. പുതിയതായിട്ട് 1-2 വെറൈറ്റി വരുന്നുണ്ട്. മിറാക്കിളിൻ്റെ തന്നെ പുതിയ വെറൈറ്റി ഒരെണ്ണം വരുന്നുണ്ട്. പിന്നെ വേറെ 1-2 വെറൈറ്റിയും കൂടി വരാം. അപ്പോൾ ഈ നമ്മുടെ വാഹന കമ്പനികളൊക്കെ പുതിയ കമ്പനികൾ അല്ലെങ്കിൽ അവരുടെ പുതിയ പ്രൊഡക്റ്റുകൾ ഇറക്കുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ ഓരോന്നും മുന്നിട്ട് വരും തോറും, ഓരോ അപ്ഡേഷൻ വരും തോറും അതിന് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ആദ്യത്തെ ന്യൂനതകൾ പരിഹരിച്ചുള്ള പുതിയ ഇനങ്ങൾ എത്താൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അതിൽ ചിലപ്പോൾ നമുക്ക് വിജയിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള ഇനങ്ങളാണ് ഇനിയും വരുന്നത്. അപ്പോൾ ഇനി അടുത്തായിട്ട് 2 പുതിയതും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ കാണാനായിട്ട് പോകുന്നത് പാനിക്കുളങ്ങര കുടുംബത്തിൻ്റെ റോയൽ ഏലാച്ചി നമ്പർ 2ൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ്.